സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി അഥവാ ജനസിസ്. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 12 വേർഡ് 7. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. And the Lord appeared unto Abraham and said, Unto thy seed will I give this land. And there builded he an altar unto the Lord who appeared unto him. സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക് വാറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫ്. ഫസ്റ്റ് യു എക്സ്പീരിയൻസ് പീസ്, സ്റ്റോപ്പ് ക്വാറലിംഗ് വിത്ത് ഗോഡ്. If you agree with him, you will have peace at last and things will go well for you. Next, you experience freedom. Offer yourselves to the ways of God, and the freedom never quits. His commands set you free to live openly in his freedom. Third, you experience God's power in your life. Stubborn temptations and overwhelming problems can be defeated by Christ when given to him. As Joshua approached the biggest battle of his life, he encountered God, fell in worship before him and surrendered his plans. തേർഡ് സെഷനിലേക്ക് പോവാം. പ്രോവർബ് ഓർ സദൃശവാക്യം. സദൃശ്യം 11-ാം വാക്യം. പ്രോവർബ്സ് ചാപ്റ്റർ 11 വേർഡ്സ് 18. ദുഷ്ടൻ വൃഥാലാഭം ഉണ്ടാക്കുന്നു, നീതി വിതയ്ക്കുന്നവന് വാസ്തവമായ പ്രതിഫലം കിട്ടും. The wicked worketh a deceitful work, but to him that soweth righteousness shall be a sure reward. ഫോർത്ത് സെഷനിലേക്ക് പോവാം. മത്തായി ഓർ മാത്യു. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. മാത്യു ചാപ്റ്റർ 4 വേർഡ്സ് 19. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. And he said unto them, Follow me, and I will make you fishers of men. നമുക്ക് 5th സെഷൻ അല്ലെങ്കിൽ 5ാമത്തെ സെഷനിലേക്ക് പോവാം. 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നു. യേശു ഒരു മലമുകളിലേക്ക് കയറിപ്പോയി. തന്നോടൊപ്പം വരാൻ ചിലരോട് അവൻ ആവശ്യപ്പെടുകയും ചെയ്തു. തൻ്റെ പ്രത്യേക സഹായികളായി അപ്പോസ്തലന്മാർ, അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എൻ്റെ പ്രത്യേക സ്നേഹിതരാണ്, യേശു അവരോട് പറഞ്ഞു. നിങ്ങൾ എന്നോടുകൂടെ ആയിരിക്കും. ദൈവിക സന്ദേശം അറിയിക്കുവാൻ ഞാൻ നിങ്ങളെ നിയോഗിക്കും. ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരവും നിങ്ങൾക്കുണ്ടായിരിക്കും. ഇവരായിരുന്നു 12 അപ്പോസ്തലന്മാർ. അന്ത്രയാസും സഹോദരനായ ശിമോനും. യേശു അവനെ പത്രോസ് എന്ന് വിളിച്ചു. സെബദിയുടെ മക്കളായ യാക്കോബ്, യോഹന്നാൻ. യേശു അവരെ ഇടിമുഴക്കത്തിൻ്റെ മക്കൾ എന്ന് വിളിച്ചു. ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, യാക്കോബ് അൽബയുടെ മകൻ, തദ്ദേവോസ്, ശിമോൻ സ്വാതന്ത്ര്യ പോരാളി, യൂദാ ഇസ്കരിയോത്ത്, യേശുവിന് പിന്നീട് ശത്രുക്കൾക്ക് ഏൽപ്പിച്ച് കൊടുത്തവൻ. യേശു ജനത്തെ കരുതുന്നു. മത്തായി 9:36 മുതൽ 38 വരെ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അസ്വസ്ഥരും നിസ്സഹായരുമായിരുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവത്തിലേക്ക് നയിക്കപ്പെടേണ്ടവർ വളരെ അധികമാണ്, എന്നാൽ അത് ചെയ്യുവാനുള്ള ജോലിക്കാർ തീരെ കുറവാണ്. കൂടുതൽ പേരെ നിയോഗിക്കുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്ക് ഉള്ളടക്കം കൂടെ നോക്കാം. ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തിൻ്റെ ഉള്ളടക്കം. അബ്രാമിന് യഹോവ പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അല്ലെങ്കിൽ അബ്രാം ഒരു യാഗപീഠം പണിതു.
And the Lord appeared unto Abraham and said, Unto thy seed will I give this land. And there builded he an altar unto the Lord who appeared unto him. സെക്കൻഡ് സെഷൻ റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് അതിനകത്ത് ഒരു മെയിൻ പോയിന്റ് നമ്മൾ എടുത്തെഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് യു എക്സ്പീരിയൻസ് പീസ്, സ്റ്റോപ്പ് ക്വാറലിംഗ് വിത്ത് ഗോഡ്. ഇഫ് യു അഗ്രി വിത്ത് ഹിം യു വിൽ ഹാസ് പീസ് അറ്റ് ലാസ്റ്റ് ആൻഡ് തിങ്സ് വിൽ ഗോ വിൽ ഫോർ യു. തേർഡ് സെഷൻ സദൃശ അല്ലെങ്കിൽ പ്രോവേർബ്സ്, സദൃശവാക്യങ്ങൾ. ദുഷ്ടൻ വൃഥാ ലാഭം ദുഷ്ടത കൊണ്ട് ഉണ്ടാക്കുന്നു എന്ന് ഇവിടെ കാണാം. നീതി വിതയ്ക്കുന്നവന് വാസ്തവമായ പ്രതിഫലം കിട്ടുന്നതായിട്ടും ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നു. ദ വിക്കഡ് വർക്കർ ദ ഡിസീറ്റ്ഫുൾ വർക്ക്, ബട്ട് ടു ഹിം ദ സോവർ റൈച്ചസ്നെസ് ഷാൽ ബി എ ഷുവർ റിവാർഡ്. ഫോർത്ത് സെഷൻ മാത്യു അല്ലെങ്കിൽ മത്തായി. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഇംഗ്ലീഷിൽ മനുഷ്യ മീനുകളെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞു. കാരണം മനുഷ്യരെ ഇവിടെ മീനുകളായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിഷേഴ്സ് ഓഫ് മെൻ എന്നുള്ളതാണ് ആ പ്രധാന വാക്ക്. ആൻഡ് ഹീ സെയ്ഡ് അൻടു ദം ഫോളോ മീ ആൻഡ് ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. കണ്ടോ, ആ ഇംഗ്ലീഷിൻ്റെ പേര് അത് ട്രാൻസ്ലേഷൻ്റെ ഗുണകരം എന്ന് പറയുന്നത്. അത് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് ഫിഷേഴ്സ് ഓഫ് മെൻ. അപ്പം നമ്മുടെ ഇന്നത്തെ എല്ലാ സെക്ഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.